അമേരിക്കയുടേത് വെറും ഒരു ഷോയാണ്. താക്കോലിപ്പോഴും ഇറാന്റെ കൈകളിൽ സുരക്ഷിതമാണ്. പറഞ്ഞു വരുന്നത് ഹോർമുസ് കടലിടുക്കിനെ പറ്റിയാണ്. ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് ട്രംപിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യമാണ് ഹോർമുസ് കടലിടുക്കിലെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഇനി ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ജലപാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ് എന്നത് പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നതിന് അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കൈകളിൽ അത് വളരെ സുരക്ഷിതമാണ്. ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നു, ഇറാൻ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെ മറ്റ് ഈ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് വരുന്ന കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ ആകെ നിലപാട് മൊത്തം കടുപ്പിച്ച് ഇറാനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിലെ എണ്ണ ആവശ്യമില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ട്രംപ് യഥാർത്ഥത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ നേരിടുന്ന തകർച്ച മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത്. ഇറാന്റെ കരുത്തുറ്റ നിലപാടുകൾ കാരണം ഈ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $111 മുകളിലേക്ക് കുതിച്ചത് അമേരിക്കൻ പ്രസിഡന്റിനെ പരിഭ്രാന്തനാക്കിയിരിക്കുകയാണ്. കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം നീക്കങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് അവിടെ നിന്ന് എണ്ണ വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ പങ്കൊന്നും വേണ്ട എന്ന് പറയുമ്പോഴും രാജ്യത്ത് എണ്ണവില കുതിക്കുകയാണ്. അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകുകയാണ്. വലിയ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കേട്ടോ വീണ്ടും ഈ പറയുന്ന ട്രംപ് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ എണ്ണ വേണ്ട എന്ന്. പക്ഷേ ഇറാന്റെ നിലപാട് എപ്പോഴും കരുത്തുറ്റതാണ്. അതുകൊണ്ട് ഇറാൻ അതൊന്നും ചെവി കൊടുക്കുന്നില്ല. ഒരു തരത്തിലുള്ള കപ്പലുകൾ ഈ പറയുന്ന അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടോ യാതൊരു തരത്തിലും കടത്തിവിടുന്നില്ല. അതവിടെ ആ ഒരു സംരക്ഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇനി ഈ അമേരിക്കയുടെ ഊർജ സ്വാതന്ത്ര്യമാണെന്ന വാദം പൊള്ളയാണെന്നാണ് നിലവിലെ സാഹചര്യം വെളിപ്പെടുത്തുന്നത്. സ്വന്തമായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്കിലും ഡീസലും മറ്റ് ഇന്ധനങ്ങളും നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഭാരമേറിയ ക്രൂഡ് ഓയിലിനായിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോഴും ഇറാന്റെ സ്വാധീന മേഖലകളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇറാന്റെ ഓരോ നീക്കവും അമേരിക്കയുടെ ഗ്യാസ് സ്റ്റേഷനുകളിൽ വരെ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഭീഷണികൾ കൊണ്ട് ഇറാനെ തളർത്താമെന്ന് ട്രംപിന്റെ വലിയൊരു മോഹം ഉണ്ടായിരുന്നു. അത് വെറുതെ ആവുകയാണ്. ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന ഭീഷണിക്ക് മുന്നിൽ പതറാതെ ഇറാൻ നിൽക്കുമ്പോൾ, അതായത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ആർജവം ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. കാരണം സംയുക്തമായിട്ട് ആക്രമണം നടത്തുന്നു, അത്രയേറെ പ്രഹരങ്ങൾ നടത്തുന്നു, അവരുടെ നേതാക്കളെ വധിക്കുന്നു. എന്നാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവിടെ കരുത്തുറ്റ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുകയാണ്. ഇനി ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതിലൂടെ ആഗോള എണ്ണ വിപണിയെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഇറാൻ തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ടുള്ള GDP-യിൽ ഇടിവുണ്ടാകാനും പണപ്പെരുപ്പ് വർദ്ധിപ്പിക്കാനും ഇറാന്റെ ഒരു ഒറ്റ നീക്കം കൊണ്ട് സാധിക്കുന്നു എന്നത് ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള വിജയമാണ്. അതായത് ഇന്ന് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തട്ട് രണ്ടായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. വലിയ പ്രശ്നമാണ് നേരിടുന്നത്. മാത്രമല്ല പശ്ചിമേഷ്യയിൽ ഈ പറയുന്നത് പോലെ തന്നെ വിലക്കയറ്റം കൂടുകയാണ്. അവിടുത്തെ ജനജീവിതമൊക്കെ ആകെ ദുസ്സഹമാവുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാന്റെ മറ്റൊരു കരുത്ത് എന്ന് പറയുന്നത്. ഈ പൊള്ളയായിട്ടുള്ള വാദങ്ങൾ ട്രംപ് പറയുന്നതിനിടയിലും നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നേരത്തെ ട്രംപ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾ ഹോർമുസ് തുറക്കില്ല എന്ന് ഇറാൻ പറഞ്ഞത്. അതായത് ചർച്ചകൾക്ക് അതീതമായിട്ട് ചർച്ചകളൊക്കെ നടത്തി വെടിനിർത്തൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ആ അവസരത്തിൽ ഈ ഹോർമുസ് കടലിടുക്ക് അല്ലെങ്കിൽ ആ ഒരു ജലപാത തുറക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും പാടെ നിരസിച്ച് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇറാൻ ഇന്ന് നിൽക്കുന്നത്. എന്തായാലും ഈ പൊള്ളയായിട്ടുള്ള ഭീഷണികൾ കൊണ്ട് യുദ്ധകളത്തിൽ ഇറാനെ നേരിടുക എന്നത് അമേരിക്കയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം അയൺഡോമും എല്ലാം കത്തി നശിച്ചൊരു സാഹചര്യമാണ്. മാത്രമല്ല ഇറാന്റെ നിലപാട് അല്ലെങ്കിൽ ഇറാന്റെ ഈ പ്രസ്താവനകൾ വല്ലാണ്ട് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. അവർ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മിസൈലുകളൊക്കെ അവരുടെ പക്കലുണ്ട് എന്ന് പറയുമ്പോഴും അതൊക്കെ അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടുത്തെ ജനരോഷം ചെറുതല്ല. ഇനിയിപ്പോ ഇലക്ഷൻ വരാനിരിക്കുകയാണ്. ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് അവിടുത്തെ ജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ പ്രസിഡന്റ് മാറിയിരിക്കുകയാണ്. അത് അവിടുത്തെ വലിയൊരു ജനവിരുദ്ധ കാരണമായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ നീങ്ങുകയാണെങ്കിൽ ഏത് ഭാഗത്തുനിന്നും ഏതൊക്കെ തരത്തിൽ നിന്ന് ഈ പറയുന്ന ട്രംപിന് തിരിച്ചടി കിട്ടുമെന്നതിൽ
മുമ്പിൽ ഒരു ബോധവുമില്ല. അപ്പൊ അത്തരം രീതിയിലേക്കൊക്കെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക ആഘാതം താങ്ങാൻ അമേരിക്കൻ ജനതയ്ക്ക് കഴിയില്ല എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ടാണ് ഇറാൻ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. ഇറാൻ ആ ഒരു കാര്യം നീക്കിക്കൊണ്ട് തന്നെ പോകുന്നത്. എന്തായാലും കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത യാത്രയ്ക്ക് ടോൾ ഈടാക്കുമെന്ന ഇറാന്റെ തീരുമാനം ഒരു വൻ ശക്തി എന്ന നിലയിലുള്ള അവരുടെ പ്രഖ്യാപനമാണ്. ഈ ജലപാതയുടെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്നും വിദേശ ശക്തികൾ ഇവിടെ വെറുതെ വിഹരിക്കേണ്ടതില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇനി അമേരിക്കൻ ഭീഷണികൾക്കിടയിലും ടാങ്കറുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനോ കടലിടുക്ക് ഏകപക്ഷീയമായിട്ട് തുറക്കാനോ ട്രംപിന് കഴിയുന്നില്ല എന്നത് ഇറാന്റെ സൈനിക കരുത്തിന്റെ അടയാളമാണ്. ഒരു തരത്തിൽ പോലും ഒരാളെ പോലും അങ്ങോട്ടേക്ക് വിടില്ല എന്നതാണ് ഇറാന്റെ കരുത്ത് എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിൽ നിങ്ങൾ അവിടുത്തെ എണ്ണപ്പാടങ്ങളോ മണ്ണോ സ്വന്തമാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ വകവരുത്തും എന്നതാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തകർക്കുകയും അതുപോലെ തന്നെ ആ അതിർത്തിയിൽ പോയിട്ടുള്ള 2 ഹെലികോപ്റ്ററുകൾ തകർക്കുകയും 2 പൈലറ്റുമാരെ കാണാതാവുകയൊക്കെ ചെയ്തു. ആദ്യം ഒരാളെ കിട്ടി, പിന്നീട് അവരുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയപ്പോൾ 2ാമത്തെ പൈലറ്റിനെ കിട്ടി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഒരു തരത്തിലും അവരുടെ അതിർത്തികളിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നതിന്റെ ഒരു കരുത്തുറ്റ നീക്കമാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം ഇറാന്റെ ഭാഗത്ത് ഏറ്റവും നല്ല സൈനികരാണ്, മാത്രമല്ല ലക്ഷക്കണക്കിന് സൈനികർ അവർക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും നീക്കങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഒരു തരത്തിലും അതിനകത്തേക്ക് ചെന്ന് കയറാൻ ട്രംപിനോ നെതന്യാഹുവിനോ കഴിയില്ല എന്നതാണ് സത്യം. എന്തായാലും ട്രംപിന്റെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇറാന്റെ കരുത്തിന് മുന്നിലുള്ള നിസ്സഹായതയാണ് വെളിപ്പെടുത്തുന്നത്. കാരണം ഈ ട്രംപ് ഓരോ ദിവസവും വന്നിട്ട് ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. സത്യത്തിൽ ഏത് വിശ്വസിക്കണമെന്ന് പോലും അവിടുത്തെ ജനങ്ങൾക്ക് പോലും അറിയത്തില്ല. അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് വാർത്തകൾ ഇടുന്നതും. ഒരു ദിവസം പറയുന്ന കാര്യമല്ല പിന്നീട് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു മാനിപ്പുലേറ്റിംഗ് കിങ് ആണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന പ്രസ്താവനകളോടൊന്നും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഈ പറയുന്ന ഇറാൻ നടത്തുന്നില്ല. ഇറാൻ നടത്തുന്ന പ്രതികരണങ്ങൾ അവർ അക്ഷരപ്രതി പാലിക്കുന്നുമുണ്ട്. എന്തായാലും ഇറാൻ അമേരിക്ക സംഘർഷം കൂടുതൽ സങ്കീർണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് യുദ്ധഭൂമിയിലെ തോക്കുകളും മിസൈലുകളും മാത്രമല്ല, മറിച്ച് അവരുടെ ഡേറ്റയും കൃത്രിമ ബുദ്ധിയും നിർണായക ആയുധങ്ങളായിട്ട് മാറുന്ന ഒരു പുതിയ യാഥാർത്ഥ്യം ഉയർന്നു വരികയാണ്. അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു മാധ്യമ റിപ്പോർട്ട് പ്രകാരം സൂചിപ്പിക്കുന്ന ഇങ്ങനെയാണ്. അതായത് ചൈനീസ് സ്വകാര്യ കമ്പനികൾ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ എയും ഓപ്പൺ സോഴ്സ് ഡേറ്റയും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന ഒരു സാങ്കേതിക വിപ്ലവത്തിന്റെ സൂചനയായിട്ട് കണക്കാക്കപ്പെടുന്നു. ചൈന ഔദ്യോഗികമായിട്ട് ഈ ഒരു സംഘർഷത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ചൈനീസ് സ്വകാര്യ മേഖലയിലെ നിരവധി കമ്പനികൾ ഇന്റലിജൻസ് ടൂളുകൾ എന്ന പേരിൽ വിപണിയിൽ എത്തുന്ന സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ്. ഇവരുടെ പ്രധാന ലക്ഷ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കുന്ന സൈനിക നീക്കങ്ങൾ പൊതു ഡേറ്റ ഉപയോഗിച്ച് വിശകലനം ചെയ്യുക. ഉപഗ്രഹ ചിത്രങ്ങൾ, വിമാന ഗതാഗത ട്രാക്കിംഗ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കപ്പൽ ഗതാഗത വിവരങ്ങൾ എന്നിവയെ AI ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് അമേരിക്കൻ സൈനിക വിന്യാസങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചിത്രം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നത്. എന്തായാലും ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള കുറച്ച് ആഴ്ചകളിൽ തന്നെ ഈ ഒരു പ്രവണത ശക്തമായിട്ട് വർദ്ധിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ വിമാനവാഹിനികളുടെ നീക്കങ്ങൾ, ഈ വ്യോമസേനയുടെ സ്ഥാനനിർണയം, സൈനിക ബേസുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഓൺലൈൻ പോസ്റ്റുകൾ വ്യാപകമായിട്ട് പ്രചരിക്കാൻ തുടങ്ങി. ഈ വിവരങ്ങൾ എല്ലാം ഒരിക്കൽ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ മാത്രമായി ലഭിക്കുന്നതായിരുന്നു. എന്നാൽ ഇന്ന് സ്വകാര്യ കമ്പനികളിലും അതുപോലെ തന്നെ അതിവേഗം ഈ ഡേറ്റ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചില കമ്പനികൾ ചൈനയുടെ സൈനിക വ്യവസായ സംവിധാനങ്ങളുമായിട്ട് ബന്ധമുള്ളവയാണെന്ന ആരോപണവും ഉയർത്തുന്നുണ്ട്. എന്തായാലും സിവിൽ മിലിറ്ററി ഫ്യൂഷൻ എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ട് സ്വകാര്യ മേഖലയിലെ സാങ്കേതിക വിദ്യകൾ പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കാൻ ചൈന വലിയ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇതുവഴി നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാകാതെ തന്നെ ചൈനയ്ക്ക് തന്ത്രപരമായിട്ടുള്ള മേൽക്കൈ നേടാൻ കഴിയും എന്ന സാഹചര്യം രൂപപ്പെടുന്നു. ഇനി ഈ ഒരു സാഹചര്യം അമേരിക്കയിൽ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. ചില ഉദ്യോഗസ്ഥർ ഈ ഉപകരണങ്ങൾ യഥാർത്ഥ യുദ്ധ പരിസരങ്ങളിൽ എത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നു എന്നത് സംശയിക്കുന്നു. എന്നാൽ മറ്റു ചിലർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ വികസിച്ചാൽ ഭാവിയിൽ സൈനിക നീക്കങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് അമേരിക്കയ്ക്ക് വളരെ പ്രയാസകരമാകുമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് തത്സമയം ഡാറ്റ വിശകലനം ചെയ്യാൻ കഴിയുന്ന
സംവിധാനങ്ങൾ സൈനിക തന്ത്രങ്ങളെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു ഘട്ടമാണ്. ഒരു കാലത്ത് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്നത് ചെറിയൊരു മേഖല മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് എഐയുടെ സഹായത്തോടെ ഇതൊരു ശക്തമായിട്ടുള്ള രഹസ്യ അന്വേഷണ ഉപാധിയായി മാറിയിരിക്കുന്നു. ഇതിലൂടെ സർക്കാരുകൾക്ക് മാത്രമായിരുന്ന വിവരങ്ങളിലേക്ക് സ്വകാര്യ കമ്പനികൾക്കും പ്രവേശനം ലഭിക്കുകയാണ്. എന്തായാലും അമേരിക്കൻ നിയമനിർമ്മാതാക്കളും ഇതിനോടകം തന്നെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള സ്ഥാപനങ്ങൾ എഐ ഉപയോഗിച്ച് യുദ്ധഭൂമിയിലെ നിരീക്ഷണ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. ഇതുവഴി സിവിലിയൻ സാങ്കേതിക വിദ്യയും സൈനിക ഉപയോഗവും തമ്മിലുള്ള രേഖ മങ്ങിപ്പോകുന്നു എന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ചൈന ഒരു ഡബിൾ ട്രാക്ക് സമീപനം സ്വീകരിക്കുന്നതായിട്ടും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുകയും മറുഭാഗത്ത് സ്വകാര്യ മേഖലയിലൂടെ സാങ്കേതിക നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുകയാണ്. ഇതിലൂടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ തന്ത്രപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേരിടാൻ ചൈനയ്ക്ക് സാധിക്കുന്നു. ഇനി ആകെ കൂടി നോക്കുമ്പോൾ ഈ ഒരു വികസനം ഒരു വലിയ സന്ദേശം കൂടി നൽകുകയാണ്. ആധുനിക യുദ്ധങ്ങൾ ഇനി വെറും ഒരു ആയുധങ്ങളുടെ പോരാട്ടമല്ല, മറിച്ച് ഡാറ്റയുടെ പോരാട്ടമാണ്. സാങ്കേതിക വിദ്യയുടെയും കൃത്രിമ ബുദ്ധിയും കൂടുതൽ ശക്തമാകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും അത്രത്തോളം സങ്കീർണമാകും. ഭാവിയിലെ യുദ്ധങ്ങൾ കാണാത്ത കണ്ണുകളാൽ ഉപഗ്രഹങ്ങളും അൽഗോരിതങ്ങളും നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ലോകത്തിലേക്കാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്ത് ഉണ്ടാക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. എന്തായാലും അമേരിക്കയുടെ വാക്കുകളും അല്ലെങ്കിൽ അമേരിക്കയുടെ കാര്യങ്ങളും വെറും ഒരു ഷോ പോലെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അത് വളരെ നിർണായകമാണ്. അതിൽ നിന്ന് ഇറാൻ മാറി നിൽക്കില്ല, അത്തരം നീക്കങ്ങളിലേക്കും പോകില്ല. ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, ഇനി നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ അത് തുറന്നു കൊടുക്കില്ല എന്നത്. എന്തായാലും അത്തരം നീക്കത്തിലേക്ക് കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ പോകുന്നത്.